മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള തർക്കത്തിന് പരിഹാരമാകുകയാണോ? നീതിപൂർവമായ പരിഹാരമാണോ ഉണ്ടാകുക? അങ്ങനെയാണെങ്കിൽ തർക്കത്തിൻ്റെ പരിഹാരം എങ്ങനെയായിരിക്കും? പൊതുജനങ്ങൾ ഈ തർക്കത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇന്നത്തെ ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോ അഭിഭാഷകരോ ഇല്ല. നേരിട്ട് ഈ വിഭാഗങ്ങളുമായി ആ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരല്ല ഇന്നത്തെ ചർച്ചയിൽ അതിഥികളായുള്ളത്. എന്നാൽ ഈ വിഭാഗങ്ങളുമായി നിരന്തരം ഇടപെടുകയും പൊതുസമൂഹത്തിൽ സ്ഥാനം ഉള്ളവരുമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ വിജയൻ ഉണ്ണി IAS, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ മേരി ജോർജ് എന്നിവർ. ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഇന്ന് ഇപ്പോൾ ഏറ്റവും ഒടുവിലുണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി ഇടപെട്ടു, രണ്ട് വിഭാഗങ്ങളുമായി ചർച്ച ചെയ്തു, ജുഡീഷ്യൽ അന്വേഷണം മുന്നോട്ട് പോകും, മറ്റു പല കാര്യങ്ങളിലും ഒരു പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീതിയാണ് പുറത്തേക്കുള്ളത്. എന്നാൽ ആശങ്കകൾ പലയിടത്തും ഇപ്പോഴും തുടരുന്നുണ്ട്. നാളെ മുതൽ എങ്ങനെ എന്നുള്ളത് ചിലരൊക്കെ ചോദിക്കുന്നുമുണ്ട്. ഈ പ്രശ്നത്തെ എങ്ങനെയാണ് താങ്കളെപ്പോലുള്ളവർ കാണുന്നത്? എന്നെപ്പോലുള്ളവർ മാത്രമല്ല, ഏതാണ്ട് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ ഇത് ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിൽ നീതി ഉറപ്പാക്കേണ്ട ഏറ്റവും ബാധ്യതപ്പെട്ട രണ്ട് വിഭാഗങ്ങൾ, അവർ പരസ്പരം ഇത്തരത്തിൽ കായികമായി നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക വർത്തമാന ചരിത്ര സന്ദർഭത്തിൽ ഏറ്റവും നിർഭാഗ്യകരമായ സംഗതിയാണ്. നമുക്കറിയാം, കനയ്യ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ കാര്യങ്ങൾ ഡൽഹിയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ വളരെ രാഷ്ട്രീയമായിട്ട് കൂടിയാണ് കണ്ടത്. കാരണം ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ പിൻബലമുള്ള അഭിഭാഷകർ, ഇതിപ്പോൾ അത്തരത്തിലുള്ള യാതൊരു വിധത്തിലുള്ള വകഭേദങ്ങളും ഇവിടെയില്ല. ഇവിടെ നിയമം അക്ഷരാർത്ഥത്തിൽ കയ്യിലെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. നിയമം കയ്യിലെടുക്കരുത് എന്ന് നമ്മളോട് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന വിഭാഗമാണ് അഭിഭാഷകർ, നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഭാഗമായി പ്രവർത്തിക്കുന്നവരെല്ലാം. അവർ എന്ത് പ്രകോപനമുണ്ടായാലും ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് തിരിയതായിരുന്നു. അത് നിർഭാഗ്യകരമാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി കൈയാളുന്ന ആളാണെന്ന് നമുക്കറിയാം. ഏറ്റവും കൃത്യതയോടുകൂടി ഇടപെടേണ്ട സമയത്ത് ഇതിനകത്ത് ഇടപെടുകയും രണ്ടുപേരെയും രണ്ട് മേശയ്ക്ക് ഇരുവശത്ത് വരുത്തി ചർച്ച ചെയ്യുകയും, അവിടെ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് കാരണം കായികമായി പരസ്പരം നേരിടുന്നതിനെക്കുറിച്ച് ഒരു മുഖ്യമന്ത്രി പത്രക്കാരോടും അഭിഭാഷകരോടും സംസാരിക്കേണ്ടി വരുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദൗർഭാഗ്യകരവും അപമാനകരവുമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുകയും അതിനകത്ത് വസ്തുനിഷ്ഠ ഒരു അന്വേഷണം ഉണ്ടാവുകയും എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി, ഡോക്ടർ വിജയൻ ഉണ്ണി, ഇപ്പോൾ ബി ഉണ്ണികൃഷ്ണൻ ഈ രണ്ട് വിഭാഗങ്ങളുടെയും സമൂഹത്തിലെ പ്രാധാന്യം ചൂണ്ടിക്കാട്ടി. ഇത് ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്, സംവിധാനം അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, അതാണ് നോക്കിക്കാണുന്നത്. പക്ഷേ ഇത് ഒരു പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ ഇതിൻ്റെ റൂട്ട് കോസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ പൊതുസമൂഹത്തിന് എങ്കിലും ഉണ്ടാകണം. അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നവർക്കും വേണം. അതിലാണ് മരുന്ന് പുരട്ടേണ്ടത്. അതിനുള്ള സാധ്യത എത്രമാത്രമാണ്? ഇതിൽ എനിക്ക് തോന്നുന്നത് പുറത്ത് വന്നിരിക്കുന്നതിനേക്കാളും എത്രയോ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പൊതുജനങ്ങളുടെ അറിവിലേക്ക് വന്നിരിക്കുന്ന കാര്യങ്ങൾ, എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതെല്ലാം വെച്ച് നോക്കിയാൽ പോലും എത്ര തന്നെ ഇതിനെ ആഴത്തിലിറങ്ങി ചെന്നാലും ഇതിൻ്റെ മുഴുവൻ വസ്തുതകൾ ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞാൻ എൻ്റെ നിരീക്ഷിച്ചതിൽ കിട്ടിയിട്ടുള്ള അനുഭവം ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ പിന്നെ ഏതെങ്കിലും ഒരു ഭാഗത്തിൻ്റെ അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ ജഡ്ജ്മെൻറ്റലാവാൻ ആവുന്നത് വളരെ അപകടമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ കേട്ടിട്ടുള്ള വശങ്ങൾ മാത്രം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള മുൻധാരണകൾ, മുൻവിധികൾ വെച്ചുകൊണ്ട് ജഡ്ജ് ചെയ്താൽ നമ്മൾ പ്രശ്നത്തിൻ്റെ എവിടെ എത്താൻ പോകുന്നില്ല. അപ്പോൾ ഇതിൽ പ്രശ്നം എത്രത്തോളമുണ്ട്, എന്തായിരിക്കും എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്നതിന് ഏറ്റവും സഹായകരമായിട്ട് ഞാൻ കണ്ട വസ്തുത, ഇതിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പോലും ഇടപെട്ടു, അല്ലെങ്കിൽ ഇടപെടേണ്ടി വന്നു. എന്നിട്ടും അതിന് ഉടനെ പരിഹാരമായില്ല എന്നുള്ളതും ഇതിൻ്റെ പ്രശ്നത്തിൻ്റെ ഗൗരവം കുറച്ചുകൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഉന്നതമായിട്ടുള്ള ലെവലിൽ നിന്നുള്ള ഇടപെടൽ ആവശ്യമായി വന്ന ഒരു കാര്യം, ഇതിപ്പം പെട്ടെന്ന് നോക്കിയാൽ തോന്നാം അവിടെ ഒരു കായികമായിട്ടുള്ളൊരു അടി നടന്നു, എന്തൊക്കെയോ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായി എന്നൊക്കെ
തോന്നാമെങ്കിലും അതിലൊന്നും നിൽക്കുന്നതല്ല ഇതെന്നുള്ള കാര്യം അതുകൊണ്ട് തന്നെ വ്യക്തമാണ്. അപ്പോൾ ഒന്നുകിൽ അതിനെ ഉണ്ടാക്കിയിട്ടുള്ള ഹേതുവായിട്ടുള്ള കാര്യങ്ങൾ, അത് കൂടാതെ അത് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു എന്നുള്ളതും ഇതെല്ലാം സംഗതിയെ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഓൾറെഡി സങ്കീർണമായിട്ടുള്ളതിനെ കൂടുതൽ സങ്കീർണമാക്കുന്ന തരത്തിലായിരിക്കുന്നു എന്നതുകൊണ്ടാണ് അതിപ്പോൾ ഇത്രയും ദിവസമായിട്ടും ഇതിങ്ങനെ ഒരു ഫെസ്റ്ററിങ് സോറ് പോലെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസും സംസ്ഥാന മുഖ്യമന്ത്രിയും വളരെ ശക്തമായിട്ടുള്ള 2 വിഭാഗങ്ങളാണ്, മാധ്യമങ്ങളും അഭിഭാഷകരും. ഈ 2 വിഭാഗങ്ങളും ഇത്രയധികം ഒരുമാതിരി വികാരപരമായിട്ട് വികാരം കൊണ്ടുകൊണ്ട് ഇതിൽ ഇത്രയും ഇത്രയും നിൽക്കുന്നതിനുള്ള കാരണങ്ങൾ കണ്ടെത്തി അതിനുള്ള പരിഹാരം അത് ഏറ്റവും പക്വമായ രീതിയിൽ കണ്ടെങ്കിൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഇപ്പോഴത്തേക്ക് മാത്രമല്ല കാലാന്തരത്തിൽ അൾട്ടിമേറ്റ്ലി ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഇവിടെ പൊതുജനങ്ങൾക്ക് ഈ 2 വിഭാഗങ്ങളെക്കുറിച്ചും ഒരു ഇമേജുണ്ട്. അവരുടെ മനസ്സിലുള്ള ആ ഇമേജ് വെച്ചാണ് ഈ വിഷയത്തിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ അവർ 2 വിഭാഗങ്ങളുടെയും നേരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളോട് ജനങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നത് കാണുമ്പോഴും അവരുടെ മനസ്സിൽ ഇവരെക്കുറിച്ചുള്ള ധാരണ വെച്ചുകൊണ്ടാണ് അവർ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതിനുള്ള കാരണങ്ങളും ഉണ്ടാകാം. ഈ മുൻവിധികൾ, നേരത്തെ ഡോക്ടർ വിജയൻ ഉണ്ണി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മുൻവിധികൾ എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇതിനെ ജഡ്ജ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ സംഘർഷം ഒഴിവാക്കുക എന്നുള്ളത് സംവിധാനത്തിൻ്റെ കടമയാണ്. അത് സംവിധാനം അതിനുവേണ്ടി ശ്രമിക്കുന്നു, ഭരണകൂടം അതിനുവേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ അതേസമയം നിയമം തെറ്റിക്കപ്പെട്ട നിമിഷങ്ങൾ ഏതൊക്കെയാണ്, സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണം പോലുള്ള കാര്യങ്ങളിൽ കണ്ടെത്തി അതിന് വേണ്ട മരുന്നുകൂടി ഇതിൽ നൽകേണ്ടതല്ലേ, ആവർത്തിക്കപ്പെടാതെ ഇരിക്കാൻ? തീർച്ചയായിട്ടും അവസരോചിതമായിട്ട് മുഖ്യമന്ത്രി ഇടപെട്ടു, അല്ലെങ്കിൽ ജുഡീഷ്യൽ എൻക്വയറി സംഭവിക്കുന്നു എന്ന് പറയുന്നത് സന്തോഷകരമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സംസ്കാരത്തിൻ്റെ മുഖം വികൃതമായത് ഒന്ന് നേരെയാക്കാൻ അതുകൊണ്ട് കഴിയുമെങ്കിൽ സന്തോഷം. പക്ഷേ ഞാനിതിനെ കാണുന്ന കുറേ കൂടി വ്യത്യസ്തമായിട്ടാണ്. ഇതാരാ ഇത് ചെയ്തത്? നമ്മൾ ജനാധിപത്യ വ്യവസ്ഥയിൽ നിൽക്കുന്നു. അതിന് 4 മീനാരങ്ങളിൽ പ്രധാനപ്പെട്ട 2 എണ്ണമാണിത്. നമ്മുടെ ജുഡീഷ്യറി, നമ്മുടെ 4th എസ്റ്റേറ്റ് എന്ന് പറയുന്ന മാധ്യമ വിഭാഗം, അത് ലെജിസ്ലേച്ചറിൻ്റെയും എക്സിക്യൂട്ടീവിൻ്റെയും എക്സ്റ്റൻഷനാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ സമൂഹത്തെ നിയന്ത്രിക്കുന്ന അതിപ്രധാനമായ 2 വിഭാഗങ്ങൾ, വളരെ ഉത്തരവാദപ്പെട്ട പരസ്പര പൂരകമായി നിൽക്കേണ്ട 2 വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് കാരണത്തിൻ്റെ പേരിലായാലും തെരുവിൽ കടന്ന് അടികൂടുക, അതുപോലെ കോടതി പരിപാവനം എന്ന് നമ്മളെല്ലാം വിശ്വസിക്കുകയും ആശ്വസിക്കുകയും ചെയ്യുന്ന കോടതിയുടെ അകത്തളങ്ങളിൽ വെച്ച് പരസ്പരം അടിക്കുക, ഏറ്റുമുട്ടുക. ആ ഏറ്റുമുട്ടൽ ഹൈക്കോടതിയിൽ നിന്ന് പ്രാദേശിക തലത്തിലേക്ക്, ജില്ലാ കോടതിയിലേക്ക് വ്യാപിക്കുക. ഇന്നിപ്പോൾ ഞാൻ പത്രത്തിൽ വായിച്ചത് നമ്മുടെ പരിസര ഭൂമികയിൽ പ്രവർത്തിക്കുന്ന ചെറിയ ചെറിയ മുനിസിപ്പൽ കോർട്ടുകളിൽ പോലും ഏറ്റുമുട്ടലുകൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ വന്നാൽ ഇതൊരു തെരുവ് യുദ്ധമായി മാറുകയും സമൂഹത്തിൽ ഏറ്റവും മാതൃകയായിരിക്കേണ്ട ആളുകൾ, പ്രത്യേകിച്ചും ഞാൻ ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നത് നീതി പാലിക്കാൻ. ഇപ്പോൾ നമ്മളിപ്പോൾ കോടതി എന്ന് പറയുമ്പോൾ ജഡ്ജിയെ മാത്രമല്ല അതിനകത്ത് കാണുന്നത്. ജഡ്ജിയുടെ പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ വലിയ സംഭാവന നൽകേണ്ട ആളുകളാണ് നമ്മുടെ നിയമവിദഗ്ധരായിട്ടുള്ള ആളുകൾ. നാളെ ജുഡീഷ്യറിലേക്ക് വരുന്നതും ഇവരിൽ പലരുമായിരിക്കും നമ്മൾ ഓർമ്മിക്കണം. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ വികാരങ്ങളെ പ്രതിഫലിപ്പിക്കുവാൻ ബാധ്യതപ്പെട്ട മാധ്യമങ്ങളുടെ നേർക്ക് ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറയുന്നത് തീർച്ചയായും ഒരു പൊതുസമൂഹത്തിന് മാപ്പ് കൊടുക്കാൻ കഴിയുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നണില്ല. അത് കേവലം 2 വിഭാഗങ്ങൾ തമ്മിലുള്ളൊരു സംഘർഷം എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് നീതി പുലർത്താനും പാലിക്കാനും ബാധ്യതപ്പെട്ട ഒരു വിഭാഗം, അത് നീതി നിഷേധമുണ്ടാകുമ്പോൾ എക്സ്പോസ് ചെയ്യാൻ ഉത്തരവാദപ്പെട്ട വിഭാഗത്തിൻ്റെ മേൽ ആക്രമണം അഴിച്ചുവിട്ടു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പൊതുജന അഭിപ്രായത്തിൻ്റെ രൂപീകരണത്തിന് എവിടെയോ തടസ്സം സൃഷ്ടിക്കാൻ ആരോ ശ്രമിക്കുന്നു എന്നുള്ള തലത്തിലേക്കാണ് ഞാൻ കാണുന്നത്. യെസ്, ഡോക്ടർ മേരി ജോർജ്, ഇപ്പോൾ ഇവിടെ പറഞ്ഞ അർത്ഥത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ, 2 വിഭാഗങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് തണുപ്പിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ എന്നൊക്കെ പറയുമ്പോഴും ഇതിൽ പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായുണ്ട്. ആ പ്രശ്നങ്ങളെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ, അത് പരിഹരിക്കപ്പെടേണ്ടതല്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ചിന്തകളാണോ താങ്കളുടെ മനസ്സിലുള്ളത്? തീർച്ചയായിട്ടും അത്തരം ചിന്തകളാണ് എൻ്റെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു സ്ത്രീയെ
ആക്രമിച്ചു എന്നുള്ളതാണ് ഈ കഥയുടെ ആരംഭം. അതൊരു തെറ്റാണ്. ദുർബല വിഭാഗങ്ങൾക്ക് നിഷ്പക്ഷമായി നീതി ഒരുക്കി കൊടുക്കേണ്ട നീതിപീഠത്തിൻ്റെ തന്നെ ഭാഗമായ ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് പ്ലീഡർ അദ്ദേഹം ചെയ്ത ഒരു അതിക്രമം, ആ അതിക്രമത്തെ ഒരു മാധ്യമ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമം പുറത്തു കൊണ്ടുവന്നു, അല്ലെങ്കിൽ അത് ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് ഇവിടെ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ മാധ്യമങ്ങളെ പറ്റി പറയുമ്പോൾ ഞാൻ ഓർമ്മ വരുന്നത്, ഈ സാഹചര്യത്തിൽ ഞാൻ ഓർമ്മ വരുന്നത് മനോരമയിലുണ്ടായിരുന്ന വിക്ടറിൻ്റെ ചിത്രമാണ്. വിക്ടർ ഇടുക്കിയിൽ ഉരുൾപൊട്ടി വരുന്നത് കണ്ടുകൊണ്ട് അത് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഉരുൾപൊട്ടലിൽ തന്നെ വീണ് ഇല്ലാതെയായി പോയ വിക്ടറിൻ്റെ രൂപം. അങ്ങനെ ഏത് സാഹചര്യത്തെയും, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുമെന്ന ഉറപ്പോടുകൂടിയല്ല നല്ലൊരു പത്രപ്രവർത്തകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ ഏത് ദുർഘട സാഹചര്യത്തിലും, പ്രളയമാകാം, ബോംബേറാകാം, അതുമല്ലെങ്കിൽ തീയാകാം, മറ്റേ വെടിക്കെട്ട് ദുരന്തമാകാം, ഏത് ദുരന്ത ഭൂമിയിലേക്കും തൻ്റെ ക്യാമറയും അല്ലെങ്കിൽ തൻ്റെ പത്രപ്രവർത്തന ചാതുരിയുമായി കടന്നു ചെല്ലുന്ന ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രവർത്തന മേഖലയാണ് പത്രപ്രവർത്തന മേഖല. നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞതുപോലെ 4 മീനാരങ്ങൾ എന്ന് പറഞ്ഞതുപോലെ ജുഡീഷ്യറിയെ ഒട്ടും തന്നെ നമ്മൾ മോശമായി കാണുന്നില്ല. ജുഡീഷ്യറിക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട, ഒരുപക്ഷെ പത്രമാധ്യമങ്ങളെക്കാൾ പ്രധാനപ്പെട്ട റോളുണ്ട്. പക്ഷേ ഒരു വ്യത്യാസമുള്ളത് എന്താണെന്ന് വെച്ചാൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് പിന്നീട് കേസായിട്ട് വരുന്നത്. അപ്പം മാധ്യമങ്ങളുടെ ശ്രദ്ധ ചെന്നില്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തിലെ ഒരു തരത്തിലുള്ള അഴിമതിയോ അതല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അതിക്രമങ്ങളോ പുറത്തു വരികയില്ല. ഇത് പുറത്തു കൊണ്ടുവരുന്ന ക്യാമറ കണ്ണുകൾ പത്രമാധ്യമങ്ങളുടേതാണ് എന്ന കാരണം കൊണ്ട് തന്നെ പത്രമാധ്യമങ്ങളെ നമ്മൾക്ക് ഒരു തരത്തിലും കൂച്ചിക്കെട്ടി വിലങ്ങ് വെച്ച് നിർത്താം എന്ന് വിചാരിക്കരുത്. അത് വിചാരിക്കുന്നത് ഡെമോക്രസിയുടെ ഏറ്റവും വലിയ അപജയമായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് എടുത്ത് ഇത്തരം വാർത്തകളെ എടുത്ത് ആ വാർത്തകളുടെ നിജസ്ഥിതി അറിഞ്ഞ് ആ വാർത്തകളിലെ തെറ്റും ശരിയും മനസ്സിലാക്കി തെറ്റുകൾ തിരുത്തേണ്ട ഉത്തരവാദിത്വമാണ് ജുഡീഷ്യറിക്കുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ജുഡീഷ്യറിയുടെ കണ്ണടച്ചാൽ അല്ലെങ്കിൽ തെരുവ് യുദ്ധത്തിലേക്ക് വന്നാൽ ഒരു കാരണവശാലും നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം നല്ല രീതിയിൽ മുമ്പോട്ട് പോവില്ല എന്നുള്ളതിൻ്റെ വളരെ കൃത്യമായ ദൃഷ്ടാന്തമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഈ തെരുവ് യുദ്ധത്തിൽ കണ്ടത്. യെസ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, നമ്മളിപ്പോൾ ഒരു റൗണ്ടിൽ എല്ലാവരും അവരുടെ അഭിപ്രായങ്ങളും ഇതിൻ്റെ കൺസേണുകളും പങ്കുവച്ചു. കൃത്യമായി ഇത് പരിഹരിക്കപ്പെടണമെങ്കിൽ നാളെ മുതൽ ശാന്തമായി കോടതികൾ പ്രവർത്തിക്കണമെങ്കിൽ, അവിടെ മാധ്യമ പ്രവർത്തകർക്ക് പോയി തൊഴിൽ ചെയ്യാൻ പറ്റണമെങ്കിൽ, അവർക്ക് തമ്മിൽ സംശയമില്ലാതെയാകണമെങ്കിൽ അതിനൊരു പരിസരം അവിടെ ഉണ്ടാകണം. ആ പരിസരം ഉണ്ടാകുന്നതിനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടാകുക? അതോടൊപ്പം തന്നെ നിയമം പാലിക്കപ്പെടുകയും വേണം. ഇവിടെ പല നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് സംഘർഷത്തിൻ്റെ ഭാഗമായി. തുടക്കത്തിലെ നേരത്തെ പറഞ്ഞ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട കേസിലെ നിയമപ്രശ്നം, ഇതെല്ലാം മാറ്റിവെച്ച് കണ്ണടച്ച് അതെല്ലാം അടഞ്ഞ അധ്യായമാക്കിക്കൊണ്ട് ആണോ ഒരു പരിഹാരത്തിലേക്ക് പോകാൻ പറ്റുക? അങ്ങനെയാണെങ്കിൽ മാത്രമേ കോടതി പ്രവർത്തിക്കൂ, നിയമം സംരക്ഷിക്കേണ്ടവർ കൂട്ടുനിൽക്കൂ എന്ന് പറയാൻ സാധിക്കുമോ? ഇത് നാളെ മുതൽ എങ്ങനെയാണ് ഇതൊരു നോർമൽസിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ള ചോദ്യം വളരെ ഹൈപ്പോത്തറ്റിക്കലായിട്ടുള്ളൊരു ചോദ്യമാണ്. നമ്മളെല്ലാവരും ഇവിടെ സംസാരിച്ചത് ഈ രണ്ട് വിഭാഗങ്ങളും പുലർത്തേണ്ട ഉന്നതമായിട്ടുള്ള ഒരു മൂല്യങ്ങളെക്കുറിച്ചാണ്, രണ്ടുപേരുടെയും ഉന്നതമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ്. ഇതിനകത്ത് അത് സംഭവിക്കാതിരിക്കുമ്പോഴാണല്ലോ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്ത് തിരിച്ചറിവുണ്ടാവണം, ആത്മപരിശോധന ഉണ്ടാവണം, ആത്മവിമർശനം ഉണ്ടാവണം. അത് രണ്ടു പേരുടെയും ഭാഗത്തു നിന്നുണ്ടാവണം. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് കുറച്ച് കൂടുതലായി ഉണ്ടാവണം. കാരണം ഈ മറ്റുള്ള ഫോഴ്സസിനെ ഇടപെടാൻ വളരെയധികം പരിമിതികളുള്ള ഒരു സ്ഥലമാണ് കോടതിക്കുള്ളിൽ എന്ന് പറയുന്നത്. പൂർണ്ണമായും അവരുടെ ഒരു ടെറൈനാണ്. അപ്പോൾ അവിടെ സ്വതന്ത്രമായ മാധ്യമപ്രവർത്തനം നടത്തണമെങ്കിൽ മാധ്യമപ്രവർത്തകരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനുള്ള ഒരു വലിപ്പമെന്ന് ഞാൻ പറയുന്നില്ല, അതിൻ്റെ തിരിച്ചറിവ് തീർച്ചയായിട്ടും ഈ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അതെങ്ങനെ പ്രതീക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതൊരു ഹൈപ്പോത്തറ്റിക്കൽ ആകുന്നുണ്ടോ? എനിക്ക് അതും ഒരു ചോദ്യം. കാരണം ഈ അഭിഭാഷകർ
നിയമം ഒരിക്കലും കൈവിടാൻ പാടില്ലാത്തവരാണ്. അവർക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ഭീഷണിയെയും നിയമം കൊണ്ട് നേരിടേണ്ടവരാണ്. അവർ അത് മറന്നുകൊണ്ട് ഇടപെടുമ്പോൾ അഭിഭാഷകർ എന്ന് പറയുന്ന ഒരു പൊതു സംജ്ഞ കൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അഭിഭാഷകരായ ഒരുപാട് ആളുകൾ വളരെ പക്വതയോടുകൂടി ഈ വിഷയത്തിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. തിരുത്തലുകൾ വേണമെന്ന് അവരാവശ്യപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള നീതിന്യായ വ്യവസ്ഥയുടെ കാവലാളുകൾ മുഴുവൻ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചില ആളുകൾ ചെയ്ത എന്താ പറയേണ്ടത്, ഒരു അക്രമം എന്ന് നമുക്ക് പറയാമോ എന്നെനിക്കറിയില്ല. അക്രമത്തെ അക്രമം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അത് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിഭാഷകർ എന്ന് പറയുന്ന ഒരു പൊതു സംജ്ഞയ്ക്കുള്ളിലേക്ക് അതിൻ്റെ കളങ്കം വ്യാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും നിർഭാഗ്യകരമായ സംഗതി. എത്ര ശക്തമായിട്ട് ഈ സമൂഹത്തിലെ ഫീസ് കൊടുക്കാൻ കെൽപ്പില്ലാത്ത ആളുകൾക്ക് വേണ്ടി, അതുപോലെ ശബ്ദിക്കാൻ കഴിവില്ലാത്ത ദളിതർക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി സദാസമയവും ഇടപെടുന്ന എത്രയോ അഭിഭാഷകരെ നമുക്കറിയാം. എത്ര പ്രശ്നങ്ങളിലാണ് അവർ ഹർജി കൊടുത്ത് മാധ്യമങ്ങളുടെ ശ്രദ്ധ പോലും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നേരത്തെ ടീച്ചറോട് പറഞ്ഞ പോലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പ്രശ്നങ്ങളിൽ നീതിന്യായ വ്യവസ്ഥ ഇടപെടുന്നു എന്നുള്ളതുപോലെ തന്നെ അഭിഭാഷകരുടെ ഇടപെടലുകളിലൂടെ ഇവിടെ ഒരുപാട് പ്രശ്നം പൊതുസമൂഹത്തിന്റെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അങ്ങനെ ഇടപെടുന്ന ചില അഭിഭാഷകർക്ക് നേരെ അവരുടെ സംഘടന ഇടപെട്ടതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. അത് വളരെ നിർഭാഗ്യകരമാണ്. ഞാൻ പറഞ്ഞ സംഘടന തീർച്ചയായിട്ടും, ഞാൻ ആ വാർത്തയെക്കുറിച്ച് കണ്ടു, അത് തീർച്ചയായിട്ടും അവർ ഒരു ആത്മപരിശോധന നടത്തണം. ഇത് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും സജീവവും ഏറ്റവും ചേതസുറ്റവുമായിട്ടുള്ള രണ്ട് മുഖങ്ങളാണ് ഇവിടെ പരസ്പരം പോരടിച്ച് നിൽക്കുന്നത്. അത് നമ്മുടെ സമൂഹത്തെ വളരെയധികം ദുർബലപ്പെടുത്തും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ, നമ്മളുടെ നീതിക്ക് വേണ്ടിയുള്ള നമ്മുടെ അന്വേഷണത്തിനെയൊക്കെ അത് വളരെ നിർവീര്യമാക്കുകയും ദുർബലപ്പെടുത്തുകയും ചെയ്യും എന്നുള്ള തിരിച്ചറിവിൽ ഇന്ന് ഗസ്റ്റ് ഹൗസിൽ നമ്മളുടെ മുഖ്യമന്ത്രി നടത്തിയ ഒരു അനുരഞ്ജന ചർച്ച ഒരു സന്ദർഭമായി ഉപയോഗിച്ചുകൊണ്ട് അവർ തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ തിരുത്തലുകൾ വരുത്തണമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, ഡോക്ടർ വിജയൻ ഉണ്ണി, ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി ഈ വിഭാഗങ്ങളുമായി സംസാരിച്ചപ്പോൾ കുറേ കാര്യങ്ങൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടില്ല. ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രിക്ക് അത് പറയുന്നതിനുള്ള പരിമിതികളുണ്ട്. അദ്ദേഹം ഈ പറഞ്ഞ 4 മിനാരങ്ങളിൽ ഒന്നിൽപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കോടതിയെപ്പോലെയുള്ള ഒരു പില്ലറിൻ്റെ അകത്തേക്ക് ഇടപെടുന്നതിനുള്ള സാഹചര്യം പുറത്തേക്കൊരു സന്ദേശമായി കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഒരുപക്ഷെ അദ്ദേഹം ചീഫ് ജസ്റ്റിസുമായി സംസാരിച്ചു എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഈ പ്രശ്നപരിഹാരത്തിന് സഹായകരമായേക്കാം. അതൊന്നും പൊതുജന മധ്യത്തിൽ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട കാര്യമല്ല. കോടതിയിലേക്ക് മുഖ്യമന്ത്രി ഇടപെട്ടോ എന്നുള്ള ചോദ്യം പോലും ഉയരാൻ പാടില്ലാത്തതാണ്. പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുമ്പോഴും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഈ കാര്യങ്ങളൊക്കെ ഒരു ആത്മപരിശോധന നടത്തി സ്വയം നവീകരിച്ച് ഈ അഭിഭാഷക സമൂഹമെല്ലാം ഒരു 50-100 വരുന്ന മാധ്യമപ്രവർത്തകരെ തങ്ങളുടെ 5000 പേർ വരുന്ന ഒരു ഇടത്തേക്ക് അവർ സമാധാനപൂർവ്വം ഉൾപ്പെടുത്തും. അതിന് മീഡിയ റൂം തുറന്നു കൊടുക്കും. അവിടെ ഈ പ്രശ്നങ്ങളെല്ലാം നാളെ മറന്നുകൊണ്ട് മുന്നോട്ട് പോകും. അതിന് തൊട്ട് മുൻപുണ്ടായിട്ടുള്ള നേരത്തെ ഇതിൻ്റെ അടിസ്ഥാന കാരണമെന്ന് പറയുന്ന കേസൊക്കെ അവിടെ നിൽക്കെ തന്നെ അതിൻ്റെ വഴിക്ക്, കേസ് നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകാൻ വിട്ടുകൊണ്ട് ഇവരിത് മറന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? എരുതിയിൽ എണ്ണ ഒഴിക്കുകയല്ല, അന്വേഷണമാണ്. ഇതേവരെ അങ്ങനെയുള്ള തരത്തിൽ ഒരു ക്രിയാത്മകമായ രീതിയിൽ ഇത്രയും ദിവസം പോകാതിരുന്നത് തന്നെ എനിക്ക് തോന്നുന്ന ഒരു അപകട സൂചനയാണ്. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒരു സംഗതി ഒരു ചെറിയ ഒരു ഫ്രിക്ഷൻ മാത്രമായിരുന്നെങ്കിൽ അന്ന് തന്നെ അവസാനിക്കേണ്ടതായിരുന്നല്ലോ. മുഖ്യമന്ത്രിയും മറ്റും ഇവിടെ ഇടപെടേണ്ട ഒരു പ്രശ്നമേ അല്ലായിരുന്നു ഇത്. ഈ പൊതുസമൂഹത്തിന് എന്താണ് അതിനെക്കുറിച്ചുള്ള ധാരണ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരിക്കലും പെരുമാറില്ല എന്ന് തോന്നുന്ന അഭിഭാഷകർ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എന്തായിരിക്കാം? അപ്പോൾ അതിലാണ് ഈ ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത്. അതിൻ്റെ സത്യം എവിടെയാണ്, അസത്യം എവിടെയാണെന്നുള്ളത് വളരെ കൂലങ്കഷമായി പരിശോധിക്കേണ്ടി വരുന്നത് അവിടെയാണ്. കാരണം അതിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, കേട്ടിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് മുഴുവൻ ആവുന്നില്ല, ചിത്രം മുഴുവൻ വ്യക്തമാക്കുന്നില്ല. മറിച്ച് വേറെ എന്തൊക്കെയോ അതിനകത്ത് നടന്നിരുന്നു, അത് പുറത്തു വരാതിരിക്കുന്നു, അല്ലെങ്കിൽ പുറത്തു വരുന്നത് തടയുന്നു. അതിൽ നിക്ഷിപ്ത താല്പര്യങ്ങൾ പലതുമുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെപ്പറ്റി, അതായത് ഇതിൻ്റെ ഒറിജിനൽ കോസ് ഞാൻ ഒന്നിടപെടുകയാണ് ഡോക്ടർ വിജയൻ ഉണ്ണി. അതായത് ഈ നമുക്ക് ആളുകളുടെ പേരൊന്നും ഇന്നത്തെ ചർച്ചയിൽ പറയണ്ട, എന്നാൽ പോലും ഈ ഗവൺമെൻറ് പ്ലീഡറുടെ കാര്യത്തിൽ ഈ അഭിഭാഷകരുടെ ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ തന്നെ ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു കേസ് ഉണ്ട്. ആ കേസിൻ്റെ ഫലമായി ഈ ഗവൺമെൻറ് പ്ലീഡർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് വാർത്തയാക്കിയതും പോലീസുകാർ ആ രീതിയിൽ വാർത്തയ്ക്ക് കാരണമൊരുക്കിയതും ഒക്കെയാണ് ഇത്തരത്തിൽ
ചില നിലപാടുകളിലേക്കൊക്കെ മീഡിയ റൂം പൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കും ചില അഭിഭാഷകരെ വിലക്കുന്നതിലേക്ക് വരെ പോയിട്ടുള്ളത്. അതെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ സങ്കീർണമാകുന്നത്. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഇതുപോലുള്ള കേസുകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. അത് പിന്നെ കൂടുതൽ പ്രത്യേകിച്ചും അത് റിപ്പോർട്ട് ചെയ്ത കാര്യം തന്നെ തെറ്റാണെന്ന് ഒരു ഭാഗം പറയുന്നു. അത് അല്ല, അങ്ങനെയല്ല എന്ന് മറുഭാഗം പറഞ്ഞുകൊണ്ട് അതിനെ പിന്നെ പർസ്യൂ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ പോലീസ് അവരുടെ ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന ന്യൂസും വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ നീതി കിട്ടില്ല, ഞങ്ങൾക്ക് നീതി കിട്ടില്ല എന്നുള്ളൊരു ധാരണ അതിൽ പിന്നെ വ്യക്തിമായിട്ടുള്ള ഒരു വിഭാഗത്തിന് ഉണ്ടായി എന്നുള്ളത് കൊണ്ട് ആയിരിക്കില്ലേ ഇത്രയധികം ഇത് മൂർച്ഛിച്ചത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഇതുപോലുള്ള എത്ര സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഈ ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെ. ആ കൂട്ടത്തിലൊന്ന് പറയട്ടെ, നീതി കിട്ടില്ല എന്നാണോ രക്ഷപ്പെടില്ല എന്നാണോ? രണ്ടും വരും അപ്പോഴേ. കാരണം നീതി കിട്ടിയിട്ട് രക്ഷപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ആൾ തെറ്റുകാരനല്ലെന്നാണല്ലോ. മറിച്ച് നീതി കിട്ടുമ്പോൾ രക്ഷപ്പെടാൻ പറ്റുന്നില്ല, ശിക്ഷിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ മറുവശം ആ വാദത്തെ ഡോക്ടർ ജോർജ് ഓണക്കൂർ എങ്ങനെ കാണും? കാരണം നീതി ഈ സംവിധാനത്തിലൂടെ നേടിയെടുക്കാൻ അറിയാവുന്നവരാണ് ഇവർ. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ ഇതിലൂടെ നീതി കിട്ടില്ല എന്ന് അവർ തീരുമാനിക്കുകയും അവർ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാകുമോ? ഡോക്ടർ വിജയനുണ്ണി കരുതുന്നത് പോലെ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഇങ്ങനെ സാമാന്യവൽക്കരിക്കുന്നതും അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവന്ന് വലിയൊരു സാമൂഹിക പ്രശ്നമാക്കി മാറ്റുന്നതും പലപ്പോഴും കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതൊരുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എന്നാണ് സാമാന്യ ബുദ്ധിയിൽ നമുക്ക് തോന്നുക. തീർച്ചയായിട്ടും അപ്പോൾ സംഘടിതമായ ശക്തി കൊണ്ട് ഒറ്റപ്പെട്ട അപകടങ്ങളെ, കുറ്റകൃത്യം എന്ന് പോലും ഞാൻ പറയുന്നില്ല, ഒറ്റപ്പെട്ട ഇത്തരം സംഭവങ്ങളെ മറച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്ന് ഒഴിവാക്കാനോ സ്വയം രക്ഷപ്പെടാനോ ഉള്ള വഴികളാക്കി മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് ചെയ്യുന്ന അതാണല്ലോ പലപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ ഇവിടെയുള്ള ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ഒരു ഒറ്റപ്പെട്ട സംഭവം അവിടെ ഒതുക്കി അവസാനിപ്പിക്കുന്നതിന് പകരം അത് സാമാന്യവൽക്കരിച്ചുകൊണ്ട് പോലീസിൻ്റെ മേലോ അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ മേലോ ആരോപണം അഴിച്ചുവിടുക, അല്ലെങ്കിൽ അവരെ പ്രതിക്കൂട്ടി കയറ്റാൻ ശ്രമിക്കുക. വേട്ടക്കാരൻ ഇരകളെ മുഴുവൻ ശിക്ഷിക്കുകയും സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യമാണോ? മസിൽ പവറല്ലേ? തെരുവിലാണോ ഇത്തരം കാര്യങ്ങൾ തീർക്കേണ്ടത്? പ്രത്യേകിച്ച് ഒരു കേസ് എവിടെയാണ്? FIR തയ്യാറാക്കി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടാകുന്നു, അത് കോടതിയിൽ സമർപ്പിക്കുന്നു. അതിനെ സംബന്ധിക്കുന്ന അന്വേഷണങ്ങളോ അല്ലെങ്കിൽ പുനർവിചാരണയോ ഉണ്ടാകണമെങ്കിൽ മേൽക്കോടതികളുണ്ട്. പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന് നിൽക്കുന്ന എന്താണ് ഡോക്ടർ ജോർജ് ഓണക്കൂർ? ഇങ്ങനെ ഇതൊക്കെ പൊതുസമൂഹം പറയുമ്പോൾ ഈ പറഞ്ഞ ഇത്രയും നേരം ഉണ്ടായ ചർച്ചയിലെല്ലാം നമ്മൾ പറയുന്നത് എന്താണ്? മാധ്യമപ്രവർത്തകർ എന്തോ ഒരു പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ വക്കീലന്മാർ വന്ന് ഈ പ്രശ്നത്തിൽ ഇടപെട്ടു എന്നുള്ളതല്ല. ഇതിൻ്റെ മൂലകാരണത്തിൽ നമ്മൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, എവിടെ ചെന്നാലും അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ആ മൂലകാരണവുമായി ബന്ധപ്പെട്ട FIR-ഉം അറസ്റ്റും ഒക്കെ ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ടിംഗ് പിന്നീട് നടന്നു. അതിൽ ചിലപ്പോൾ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള റിപ്പോർട്ടിങ്ങുകൾ വന്നിട്ടുണ്ടാകില്ല, വളഞ്ഞിട്ടുണ്ടാകാം, തിരിഞ്ഞിട്ടുണ്ടാകാം. ആ റിപ്പോർട്ടിംഗ് ഒക്കെ അതൊക്കെ പിന്നീട് ഇടപെടേണ്ട കാര്യങ്ങളാണ്. അത് രണ്ടാമതാണ് മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഇവരാണ് പ്രശ്നക്കാർ, അതുകൊണ്ട് ഇനി ഈ മീഡിയയൊന്നും ഈ കോടതി വളപ്പിലകത്തേക്ക് വരണ്ട, മീഡിയ റൂം വേണ്ട, ഇത് അടച്ചുപൂട്ടിയേക്കാം എന്ന് പറയുന്നത് അത് നടക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരു കുറ്റാരോപിതൻ്റെ പേരിൽ ഒരു FIR തയ്യാറാക്കുകയോ അത് കോടതിയിൽ അവതരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ ഇത് എത്രയോ സംഭവങ്ങൾ പല തലങ്ങളിൽ ഈ കാലങ്ങളിലൊക്കെ നമുക്ക് കാണാൻ ഇടവന്നിട്ടുണ്ട്. ഒരിക്കൽ പോലും ഞാൻ പറയുകയാണ്, കേരളത്തിൽ, ഡൽഹിയിലൊക്കെ ഉണ്ടായ കാര്യങ്ങൾ മറക്കുന്നില്ല, പക്ഷേ കേരളത്തിൽ ഒരിക്കലും വിവേകമുള്ള നമ്മുടെ വക്കീൽ സമൂഹം ഇത്തരം കാര്യങ്ങൾ ഇടപെടുകയോ അല്ലെങ്കിൽ ഒരു വലിയ ഫസ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് സാമാന്യമായിട്ട് ഇതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്ന് പറയാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നു, എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നു, അവർക്കൊക്കെ എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന എവിടെയോ ബഹുമാനപ്പെട്ട വിജയനുണ്ണി അവർ പറഞ്ഞതുപോലെ ഇതൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ എവിടെയോ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഈ പറയുന്നത് പോലെ അല്ല, ആർക്കൊക്കെ എന്തൊക്കെ മറയ്ക്കാനുണ്ട്. അത് എനിക്ക് തോന്നുന്നത് അത് നമുക്കിപ്പോൾ തെളിയിക്കാൻ കഴിയുകയില്ല. അതിനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജുഡീഷ്യൽ അന്വേഷണം വെച്ചിരിക്കുന്നത്. അതെ, അത് ആ വഴിക്ക് പോട്ടെ. ജുഡീഷ്യൽ അന്വേഷണത്തിൽ വരുന്നത് ഈ കൊച്ചിയിലുണ്ടായ പ്രശ്നങ്ങൾ ആണ്. അഡ്വക്കേറ്റുമാരും മാധ്യമപ്രവർത്തകരും പോലീസും ഒക്കെ ഇടപെട്ട പ്രശ്നങ്ങളാണ്. മറ്റ് തിരുവനന്തപുരത്തെ കാര്യങ്ങൾക്ക് അതിനകത്ത് വരുമെന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. പക്ഷേ അതിന് മുമ്പുള്ള കേസുകളും ബാക്കി നിയമവാഴ്ചയും അത് അതിൻ്റെ വഴിക്ക് തന്നെ നടക്കേണ്ടതില്ലേ?
തീർച്ചയായിട്ടും നടക്കണം. അതായത് ഇപ്പോൾ ഇതിത്ര വലിയൊരു പക്ഷെ അങ്ങനെ നടക്കണമെന്ന് പറയുമ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഒരു അഭിഭാഷക സമൂഹത്തിന് അതാണ് പ്രശ്നമെങ്കിൽ, ആ പ്രശ്നമാണ് ഇത്രയും വഷളാക്കിയതെങ്കിൽ അത് അംഗീകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു പരിഹാരം ഉണ്ടാകുക? അല്ല, ആ പ്രശ്നം ഇത്രയും വലിയ തോതിൽ ജനശ്രദ്ധ പിടിച്ചു പറ്റത്തക്ക രീതിയിലേക്ക് വന്നു, ആള് അപമാനിതനായി. ഇതിനൊന്നും ഇടവരില്ലായിരുന്നു. മാധ്യമപ്രവർത്തകർ അവിടെ എത്തിപ്പെടുകയും ഇത് മാധ്യമ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും ചെയ്യാതിരുന്നെങ്കിൽ ഇതേ കക്ഷി തന്നെ എത്രയോ പ്രാവശ്യം സ്ത്രീകളെ ആക്രമിച്ചിട്ടുണ്ടാകാം. അതിലൊന്ന് പിടിക്കപ്പെട്ടു. ഈ പിടിക്കപ്പെട്ടത് മാധ്യമപ്രവർത്തകർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പിടിക്കപ്പെട്ടത്. അല്ലായിരുന്നെങ്കിൽ ഇതും സാധാരണ പോലെ പിടിക്കപ്പെടാതെ അറിയപ്പെടാതെ പോകുമായിരുന്നു. ഈ പ്രക്രിയ അനുസ്യൂതം തുടരുകയും ചെയ്യാൻ പറ്റുമായിരുന്നു. അതിന് പറ്റിയില്ല എന്നുള്ളതിൻ്റെ ആക്രോശമാണ് ആരംഭം തൊട്ടേ നമ്മൾ കാണുന്നത്. പിന്നെ വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കണ്ട അക്രമ പരിപാടികളിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത്, ക്യാമ്പസിൽ നിന്ന് കലുഷിതമായ ക്യാമ്പസ് എടുത്തു പറയണം. അപ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ ഇറങ്ങി വന്ന് ഉടനെ ഈ അടുത്ത കാലത്തായിട്ട് രജിസ്റ്റർ ചെയ്ത അഭിഭാഷകരാണ് ഈ കുപ്പിയും മറ്റുമൊക്കെ എടുത്ത് എറിയാനും കുത്താനും വന്നതെന്നാണ് തോന്നുന്നത്. കാരണം അതിനകത്ത് സീനിയർ അഡ്വക്കേറ്റ്സിനെ ആരെയും കാണാനില്ലായിരുന്നു. അപ്പം ആ ഒരവസ്ഥയിൽ എനിക്ക് തോന്നി, ടീച്ചർ ഒരു അധ്യാപിക കൂടിയാണല്ലോ, ഇതുപോലെ ക്യാമ്പസിലൊക്കെ ഇരുന്ന് പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ. പഴയ കാലത്തെ ക്യാമ്പസിൽ പഠിക്കുകയും ചെയ്ത കുട്ടികളൊക്കെ തന്നെയാണ് ഇപ്പോൾ സീനിയർ വക്കീലന്മാരായിട്ടിരിക്കുന്നത്. അവർ ഇതുപോലെ കുപ്പിയെടുത്ത് എറിയുന്നത് കണ്ടിട്ടില്ല മുമ്പ് മാധ്യമപ്രവർത്തകരെ. ഇപ്പോൾ ഈ കുട്ടികൾക്ക് എന്താണ് പറ്റുന്നത്? ഇപ്പം ഇതൊക്കെയാണോ പഠിപ്പിക്കുന്നത് ക്യാമ്പസിൽ? അതെനിക്കറിഞ്ഞുകൂടാ, ഞാനും ക്യാമ്പസ് വിട്ടിട്ട് കുറച്ച് വർഷങ്ങളായി. പക്ഷേ അന്നും ക്യാമ്പസിൽ കലുഷിതമായ ക്യാമ്പസുകളിൽ, ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ വളരെ നാൾ അധ്യാപികയായിരുന്നതാണ്. അപ്പോൾ എനിക്കറിയാം, കലുഷിതമായ ക്യാമ്പസുകളിൽ ഇതൊക്കെ നിത്യം സംഭവിക്കാറുള്ളതാണ്. കുപ്പി വലിച്ചെറിയുക, അല്ലെങ്കിൽ കരിങ്കല്ല് സൂക്ഷിച്ചു വെച്ചിരുന്ന് വാരി സംഭരിച്ച് വെച്ചിരുന്നിട്ട് അത് വണ്ടികൾക്കും വ്യക്തികൾക്കും നേരെ എറിയുക, ഇതൊക്കെ സാധാരണ സംഭവം. അപ്പോൾ അങ്ങനെ കലുഷിതമായ ലോ കോളേജ് ക്യാമ്പസുകൾ സാധാരണ രീതിയിൽ കലുഷിതമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ എണ്ണയൊഴിച്ചുകൊണ്ട് എണ്ണയൊഴിച്ചുകൊണ്ട് ഇറങ്ങുന്നവരായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള ക്യാമ്പസിൽ നിന്ന് ഇറങ്ങി വന്ന ചെറുപ്രായക്കാരായ അഭിഭാഷകരാണ് ഇതിൻ്റെ മുൻപിൽ നിന്ന് ചുക്കാൻ പിടിച്ചതെന്നാണ് തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയത്, ഇതിൽ സീനിയർ അഭിഭാഷകർ ഇടപെടുകയും, അതായത് വേണ്ട സമയത്ത് ഇടപെടുകയും അവരെ ഒന്ന് രമ്യപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക, അവരെ ഒന്ന് പാസിഫൈ ചെയ്ത് ഒന്ന് സമാധാനിപ്പിച്ച് വരുതിയിൽ നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും നടക്കുമായിരുന്നുവെന്നാണ്. എന്നിട്ട് പോലും കണ്ടു ചില സീനിയർ അഡ്വക്കേറ്റ്സ്, രാംകുമാറിനെ പോലുള്ളവർ അവരെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേട്ടപ്പോൾ അത്ഭുതമാണ് തോന്നിയത്. എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഇത് കഴിയുക എന്ന് വിചാരിച്ചിട്ട്. യെസ്, ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ഒരുപക്ഷെ താങ്കൾ സിനിമകളിൽ വക്കീലന്മാരെയും പത്രക്കാരെയും ഒക്കെ കഥാപാത്രങ്ങളാക്കി ഒരുപാട് ഇത്തരം രംഗങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടാകാം. അപ്പോഴൊക്കെ കാണാത്ത കാഴ്ചയും അന്നില്ലാത്ത ബന്ധവുമാണ് ഇപ്പോൾ മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപക്ഷെ അങ്ങേക്ക് പോലും ഹൈപ്പോത്തറ്റിക്കലായി പോലും ചിന്തിക്കാൻ പറ്റാതിരുന്ന കാര്യം. പക്ഷേ അവിടെ ഈ മീഡിയ റൂം പൂട്ടിക്കൊണ്ട് എത്ര കാലം മുന്നോട്ട് പോകാൻ സാധിക്കും? ഇപ്പം നമ്മുടെ സമൂഹത്തിൻ്റെ പൊതുജനങ്ങളുടെ മനസ്സിലുള്ള ഒരു കാഴ്ചയുണ്ട്. അതാണ് അങ്ങയുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. അതായത് ഇത് സിനിമ കാണുന്നത് പോലെയാണ് ആളുകൾ ഇപ്പോൾ കാണുന്നത്. മാധ്യമപ്രവർത്തകർക്ക് അടി കിട്ടുന്നു, അഭിഭാഷകർക്കും ചിലയിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് രണ്ടും സിനിമയിലെ സീനുകൾ പോലെ ആളുകൾ ഇങ്ങനെ വാച്ച് ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗം പിടിക്കുന്നു അവർ. ചില പത്രക്കാർക്ക് അടി കിട്ടേണ്ടതാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് ഈ കൂട്ടത്തിൽ. അഭിഭാഷകരെയും കുറ്റം പറയുന്നവരുണ്ട്. ഇത് ഇങ്ങനെ കാണേണ്ട ഒരു കാഴ്ചയാണോ? ഇവിടെ അടി കിട്ടേണ്ടവരാണ് മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഈ ഇത്തരം കൂട്ടരുടെ തന്നെ ലിങ്കുകളിലൂടെ വാട്സപ്പിലൂടെയൊക്കെ വരുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ 4-ാം ലിംഗക്കാർ എന്ന് വരുന്ന വാക്കുകൾ, അങ്ങനെയുള്ള ശുചിത് മുറിയാണ് മീഡിയ റൂം എന്ന് പറയുന്ന കാഴ്ചകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കപ്പെട്ട് പോകുമ്പോൾ സ്വന്തം പ്രശ്നങ്ങളെ ജനസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്ന മാധ്യമപ്രവർത്തകർ എവിടെ നിൽക്കുന്നു? തങ്ങൾക്ക് വേണ്ടി കോടതിയിൽ വാദിക്കാൻ പോകുന്ന അഭിഭാഷകർ എന്തു ചെയ്യുന്നു? ഇങ്ങനൊരു ചിന്ത ജനങ്ങളുടെ മുമ്പിലുണ്ടോ? ജനങ്ങളുടെ മുമ്പിൽ പല ചിന്തകളുമുണ്ട്. പിന്നെ ഈ കാര്യം മാത്രമല്ല ജനങ്ങൾ സിനിമ പോലെ കാണുന്നത്, അതിനകത്തൊരു വലിയ പങ്ക് വഹിക്കുന്ന ദൃശ്യമാധ്യമങ്ങളാണ്. കാര്യം ഏതൊരു പ്രധാനപ്പെട്ട വിഷയത്തെ നമ്മൾ കാഴ്ചയിലേക്ക് പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചയിലേക്ക് മാത്രമല്ല, ദൊന്നു യുദ്ധത്തിൻ്റെ ഒരു ടെർമിനോളജിയിലാണ് എല്ലാ കാര്യങ്ങളും നമ്മൾ പലപ്പോഴും ഈ പൊതുസമൂഹത്തിലേക്ക് ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. അത് നമ്മൾ വേറൊരു സൈദ്ധാന്തിക വിഷയമാണ്. നമ്മൾ ഈ യഥാർത്ഥത്തിലുള്ള അനുഭവത്തിൽ നിന്ന് വളരെയധികം മാറി നമ്മളൊരു വെർച്വൽ റിയാലിറ്റിയോട് മാത്രം
വധിക്കാൻ വിധിക്കപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നു, മാധ്യമങ്ങളാൽ മാത്രം മീഡിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സമൂഹമായി മാറുന്നു എന്നൊക്കെ ഉള്ളത് ഉത്തരാധുനികതയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അത് ഈ ഒരു സന്ദർഭത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നെനിക്ക് തോന്നുന്നു. എന്തും ഏതും നമ്മളൊരു കാഴ്ചയായും സിനിമയായും ഒക്കെയാണ് കാണാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വിഷയം മാധ്യമപ്രവർത്തകർ അടികിട്ടേണ്ടവരാണോ അല്ലെങ്കിൽ അഭിഭാഷകർ അടികിട്ടേണ്ടവരാണോ എന്നുള്ളത്. ആരാണ് അടികിട്ടേണ്ടവർ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ആരാണ് അടികിട്ടേണ്ടവർ എന്നുള്ള ചോദ്യം വരുന്നത് നിയമം എന്ന് പറയുന്ന വ്യവസ്ഥയിൽ വിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ്. ഇവിടെ ഞാനിതിനെ കാണുന്നത് കുറച്ചും കൂടി സൈദ്ധാന്തികമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ഒക്കെ പറയുകയാണെങ്കിൽ, നിയമം എന്ന് പറയുന്ന പരികൽപ്പന ഏറ്റവും ശക്തമായ നിൽക്കേണ്ട ഒരു വ്യവസ്ഥയായി ഇരിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തെ ആന്തരിക ദൗർബല്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അത് പ്രഷറിൽ വരുമ്പോൾ നിയമം തന്നെ ബ്രേക്ക് ഡൗൺ ആവുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇത് പരിപാലിക്കേണ്ടവരും ഈ നിയമത്തെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകേണ്ടവരും നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ അതൊന്നും ആ പാഠങ്ങൾ പഠിക്കാതെ. അത് തന്നെയാണ് ഇവിടെ പ്രശ്നം. നിയമം പരിപാലിക്കപ്പെടും, അവർ വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് നിൽക്കുന്നത് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ. ഇത് എത്രത്തോളം എന്താ പറയേണ്ടത്, കോടതി അലക്ഷ്യമാണ് എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ബഹുമാനപ്പെട്ട കോടതി ഒബ്സർവ് ചെയ്തു അല്ലെങ്കിൽ നിർദ്ദേശിച്ചു. ആരാണ് ബഹുമാനപ്പെട്ട കോടതി? അത് അന്തിമ വിശകലനത്തിൽ അതൊരു വ്യക്തിയാണ്. ഇത് ഴാൻ പോൾ സാത്രൊക്കെ പറഞ്ഞിട്ടുള്ള വലിയ ഒബ്സർവേഷനാണ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ നിഗമനമാണ് നമ്മളൊരു വ്യവസ്ഥയുടെ നിഗമനമായി വെളിയിലേക്ക് വരുന്നത്. അപ്പോൾ വ്യക്തിയും വ്യവസ്ഥയും തമ്മിലുള്ള ഒരു സമരസപ്പെടൽ ഏത് വ്യവസ്ഥയുടെ നിലനിൽപ്പിനും അത്യാവശ്യമാണ്. ഈ ബാലൻസ് ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യവസ്ഥയ്ക്ക് ഒരു പ്രശ്നം വരും. ഇപ്പോൾ തന്നെ നോക്കുക, നമ്മൾ തന്നെ എത്രത്തോളം ഊഹാപോഹങ്ങളിലേക്കാണ് കിടക്കുന്നത്. നമ്മൾ എത്രത്തോളം ജഡ്ജ്മെൻ്റലാവുന്നു. ആരാണ് പ്രതി, എന്താണ് അതിൻ്റെ കോസ്? ഇപ്പോൾ ടീച്ചർ തന്നെ കലുഷിതമായ ക്യാമ്പസിനെ കുറിച്ച് പറഞ്ഞു. ടീച്ചർ യൂണിവേഴ്സിറ്റി കോളേജ് പഠിച്ചിട്ടുള്ള ആളാണ്. ഞാനും അത്യാവശ്യം വിദ്യാർത്ഥി സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്, കല്ലൊക്കെ എറിഞ്ഞിട്ടുള്ള ആളാണ്, ഇതെല്ലാം നമ്മളുമൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഞാൻ പിന്നെ CMS കോളേജിൽ പഠിച്ചിട്ടുള്ള ആളാണ്, യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചിട്ടുള്ള, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് വന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെ കലുഷിതമായ യൗവനത്തിൽ നിന്നാണ് കേരളത്തിലെ ഏറ്റവും സർഗാത്മകമായിട്ടുള്ള പ്രോഡക്റ്റുകൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ഞങ്ങൾ നിഷേധികളെ മനസ്സിലാക്കുക എന്നാണ് ഞങ്ങളുടെ അധ്യാപകനായ R. നരേന്ദ്രപ്രസാദ് എഴുതിയ പുസ്തകത്തിൻ്റെ തന്നെ തലക്കെട്ട്. അപ്പോൾ അത്തരത്തിലുള്ള നിഷേധത്തിൻ്റെ സർഗാത്മകതയൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അത്തരത്തിലുള്ള ഒരു അൺട്രസ്റ്റ് നേരെ നമ്മൾ കോടതിയിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലുള്ള ലളിതവൽക്കരണങ്ങൾക്കും വലിയ പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇവിടെ ഈ ഘട്ടത്തിൽ ഞാൻ ഈ സൈദ്ധാന്തികമായ ആ തലത്തിലുള്ള ചർച്ചയ്ക്ക് ഒരു വിരാമം ഇടുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഹൈപ്പോത്തറ്റിക്കലായ കാര്യങ്ങൾ മാത്രം നമ്മൾ പറഞ്ഞ് ഇതെല്ലാം നന്നായി മാറണം എന്നുള്ള ആശംസയിൽ ഇത് അവസാനിപ്പിച്ചിട്ട് കാര്യമില്ലാന്ന് തോന്നുന്നു. ഞാൻ ഉണ്ണികൃഷ്ണൻ തന്നെ തുടങ്ങട്ടെ. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഈ ചോദ്യങ്ങൾ ജഡ്ജ്മെൻ്റൽ ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ ആകണോ എന്നുള്ളതൊക്കെ തീരുമാനിക്കപ്പെടണം. പക്ഷേ ഉത്തരങ്ങൾ വേണ്ടതാണ്, ആളുകളുടെ ഇടയിലുള്ളതാണ്, എയറിലുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഏറ്റവും ആദ്യം ടീച്ചർ ചൂണ്ടിക്കാട്ടിയ ആ കാര്യം, അതായത് ഒരു സ്ത്രീയെ അപമാനിച്ചതാണ് പ്രശ്നമെങ്കിൽ ആ പ്രശ്നം കോടതിയുടെ നിയമത്തിൻ്റെ വഴിക്ക് ഇപ്പോഴും പോകുന്നുണ്ടോ? ആ ചർച്ച നടക്കുന്നില്ല. അത് നമ്മൾ ഒഴിവാക്കിയാലേ ഈ പ്രശ്നം തീരുകയുള്ളൂ. ഇല്ലെങ്കിൽ നാളെ മുതൽ മാധ്യമപ്രവർത്തകർക്ക് വീണ്ടും പ്രശ്നമാണ്, അല്ലെങ്കിൽ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതാകും ഈ കാര്യം എടുത്തിട്ടാൽ എന്ന് വരുന്നത് നിയമവാഴ്ചയാണോ ബി ഉണ്ണികൃഷ്ണൻ? അങ്ങനെ വരുന്നുണ്ടോ? കാരണം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, കേരളത്തിലെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ്, ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എല്ലാവരും പങ്കെടുത്ത ഒരു യോഗത്തിലെ തീരുമാനം അതാണ് എന്ന് ഒരിക്കലും വെളിയിൽ വന്നിട്ടില്ലല്ലോ. അല്ല, ഇതിനകത്ത് അത്തരത്തിലുള്ള ഒരു അപക്വമായിട്ടുള്ള പൊസിഷൻ ആർക്കും ഹോൾഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നുള്ളതല്ലേ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെടുന്ന ക്ലീഷേ. അതിനകത്തുനിന്ന് ആരാണ് എക്സംഷൻ ടു ദ റൂൾ? ഒരു അഭിഭാഷകൻ പോലും അതിനകത്ത് നിന്ന് ഒഴിവാക്കപ്പെടുന്നില്ല. ഇല്ല. ഇപ്പം ഇവിടെ സംഭവിച്ചത് എന്താണ്? ഡോക്ടർ വിജയൻ ഉണ്ണി ഇത് നിയമത്തിൻ്റെ വഴിക്കാണ് പോയതെങ്കിൽ ആദ്യത്തെ ദിവസം പോലീസിൻ്റെ എന്തെങ്കിലും അവരുടെ വ്യക്തിപരമായ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇയാളോട് എന്തെങ്കിലും പ്രതികാരം തീർക്കാനാണെങ്കിൽ കൂടി അവർ ചാർജ് ചെയ്തൊരു FIR ഉണ്ട് അവിടെ, അതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അത് നിയമത്തിൻ്റെ വഴിക്കാണ് പോകുന്നതെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാൻ നിയമത്തിൻ്റെതായ മാർഗങ്ങളുണ്ട്. അതല്ലല്ലോ നടന്നത്. നിയമത്തിൻ്റെ വഴിക്കാണോ പോയത്? ഇവിടെ ഇത് വന്നപ്പോൾ തന്നെ വേറൊരു വാർത്ത വരികയുണ്ടായല്ലോ, അതിനെപ്പറ്റി ആരും പരാമർശിച്ച് കാണുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് നടന്നത് പബ്ലിക് റോഡിലാണ്. അതെ, കോടതിക്കകത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അല്ല. ആദ്യത്തെ സംഭവം അതാണല്ലോ ഇതിൻ്റെ ആദ്യത്തെ കാരണം. ആദിപാപം എന്ന് പറയാവുന്ന കാര്യം അതാണല്ലോ. അത് പൊതു റോഡിലാണ് നടന്നത്. അതുകൊണ്ട് അത് കോടതിക്കകത്ത് വെച്ച് നടന്നു വന്നോ ഈ മീഡിയ റൂം, അതെല്ലാം പിന്നീടുള്ള സംഭവങ്ങൾ. അപ്പോൾ അതിൽ തെളിവുണ്ടോ ഇല്ലയോ ഇതാണുള്ള പ്രശ്നം. അപ്പോൾ അതിൽ ആദ്യം ഒരു തരത്തിൽ ആരോപണം വന്നു, പിന്നീട് അതേ വ്യക്തി തന്നെ അത്
വിക്ടിം എന്ന് പറയുന്ന ആ സ്ത്രീ തന്നെ ഒപ്പിട്ടിട്ടുള്ള ഇത് എല്ലാം ഡിനൈ ചെയ്തുകൊണ്ട് ഒപ്പിട്ടിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. അത് എങ്ങനെ വന്നു എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ വെറും കാഴ്ചക്കാരാണ്. വേറൊരു ഡോക്യുമെൻറ്റും ഉണ്ട്. അതായത് ഈ സ്ത്രീയുടെ ഈ പ്രതി എന്ന് വിളിക്കപ്പെടുന്ന ആളിൻ്റെ, ആരോപിക്കപ്പെടുന്ന ആളിൻ്റെ പിതാവ് ഈ കുറ്റം എൻ്റെ മകൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് എഴുതി സമ്മതിച്ച് ഇനി നിങ്ങളെ ശല്യപ്പെടുത്തില്ല എന്ന് ഒരു ഡോക്യുമെൻ്റ് എഴുതി ഒപ്പിട്ട് കൊടുത്തതിൻ്റെ പകർപ്പുകളും മാധ്യമങ്ങളിലുണ്ട്. ഇനി മാധ്യമങ്ങൾ ഇത് ഉണ്ടാക്കിയതാണെങ്കിൽ അവർക്കെതിരെ നിയമപരമായ നടപടിയായിട്ട് പോകണ്ടേ? അതല്ലേ നിയമത്തിൻ്റെ വഴി? അല്ല, അതിനു മുമ്പ് അപ്പോൾ ഈ തരത്തിലാണ് ഈ കാര്യങ്ങൾ നീങ്ങുന്നതെന്ന് അർത്ഥം. ഇപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും നമ്മുടെ കോടതികളിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതായത് അവിടെ സത്യം ഒന്ന്, ശരിയായിട്ടുള്ള സംഭവം ഒന്ന്, അവിടെ നടക്കുന്നത് മറ്റു വേറെന്തോ. ഈ തരത്തിലാണ് അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആംഗ്ലോ സാക്സൺ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ ദൗർബല്യം അത് തന്നെയാണ്. പലപ്പോഴും കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുകയോ കുറ്റം ചെയ്യാത്തവർ രക്ഷപ്പെടുകയോ ഇതൊന്നും അല്ല ചെയ്യുന്നത്. മറിച്ച് ഏത് വക്കീൽ എത്രത്തോളം ബുദ്ധിയോ കുബുദ്ധിയോ ഉപയോഗിച്ചുകൊണ്ട് കേസ് നടത്തിക്കൊണ്ടുപോയിട്ട് എങ്ങനെ ആ വ്യക്തിയെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ പ്രോസിക്യൂഷനും വക്കീലും കൂടി ചേർന്നിട്ട് എങ്ങനെ ഒരു വ്യക്തിയെ കുടുക്കി ഫ്രെയിം ചെയ്തിട്ട് കുക്കപ്പ് ചെയ്തിട്ട് ഫ്രെയിം ചെയ്തിട്ട് അയാളെ ഒരുപക്ഷെ അന്യായമായിട്ട് തന്നെ ശിക്ഷിക്കാം. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഈ ഇത്ര കോംപ്ലക്സ് ആണോ ഈ ആംഗ്ലോ സാക്സണെയൊക്കെ നമ്മൾ പിടിക്കേണ്ടതുണ്ടോ? ഈ റോഡിൽ നമ്മുടെ നിരത്തിൽ നടന്നു എന്ന് പറയപ്പെടുന്ന ഒരു പ്രശ്നം, ആ പ്രശ്നം ഉള്ളതാണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മുടെ പോലീസിനെ ഒന്ന് ഏൽപ്പിച്ചാൽ അവർ കണ്ടുപിടിക്കും. അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്താം. അതിൻ്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നു എന്ന് പറയപ്പെടുന്ന 2 ദിവസത്തെ സംഘർഷത്തിൽ അപ്പോൾ തെളിഞ്ഞു വരുന്നത് എന്താണ്? മാധ്യമങ്ങളല്ല പ്രതികൾ എന്നാണ്. മാധ്യമങ്ങൾ പ്രതികളാകുന്നത് പിന്നീട് ഉണ്ടാകുന്ന സംഭവങ്ങളിൽ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അല്ല, ഈ സംഭവത്തെ സംബന്ധിച്ചിടത്തോളം മാധ്യമങ്ങൾക്ക് യാതൊരു പങ്കാളിത്തവുമില്ല, ഒരു പങ്കാളിത്തവുമില്ല. ഇപ്പോൾ ഒരു സംഭവം ഇതുപോലെ നടന്നാൽ, സന്മാർഗ വിരുദ്ധമായ ഒരു പ്രവർത്തനം നടന്നാൽ 6 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് പോലീസിന് ഇത് തെളിയിക്കാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇവിടെ സംഭവിക്കുന്നൊരു കുഴപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ കൂറുമാറ്റങ്ങളുണ്ട്. പലപ്പോഴും കക്ഷി കൂറുമാറുക. കാരണം ആദ്യം വാദിയായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നയാൾ ബാഹ്യ സമ്മർദ്ദങ്ങളുടെ ഫലമായിട്ട് പലപ്പോഴും മൊഴി മാറ്റി പറയുകയും പരാതികൾ പിൻവലിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ എനിക്ക് അറിയില്ല ഇതിനകത്ത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ ഒന്ന് ഇടപെട്ടെ. ഡോക്ടർ മേരി ജോർജ്, ഇതൊരു സ്ത്രീകളുടെ നേരെ നടന്ന ഒരു അതിക്രമമാണ്. ഇതിൻ്റെ അടിസ്ഥാന കാരണം അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കം വേറെ കിടക്കുമ്പോൾ, ഇപ്പോൾ ഡോക്ടർ ജോർജ് ഓണക്കൂർ പറഞ്ഞതുപോലെ ആരെങ്കിലും കൂറുമാറി ഒരു സ്ത്രീ തന്നെ എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഇത് സ്ത്രീകൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന, മറക്കേണ്ട, തേച്ചുമാച്ച് കളയേണ്ട ഒരു കേസായി മാറുമോ? അത് മിസ്റ്റർ ലാൽ, സാധാരണ രീതിയിൽ കേരളത്തിലെന്നല്ല ഇന്ത്യയുടെ പരിവൃത്തിക്കകത്ത് നടക്കുന്ന 99% സ്ത്രീകളോടുള്ള അതിക്രമങ്ങളും ഇങ്ങനെ തേച്ചുമാച്ച് കളയപ്പെടുകയാണ്. കാരണം അവളുടെ മേൽ വളരെ ശക്തമായ രീതിയിലുള്ള സമ്മർദ്ദമുണ്ടാകുന്നു. അതായത് അവളെ വീട്ടിലുള്ളവർ എന്താണ് പറയുക, അവജ്ഞയോടെ കാണുന്നു, അല്ലെങ്കിൽ അവരാക്രോശിക്കുന്നു. അതുപോലെ മറ്റ് പല തരത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടാകുമ്പോൾ അവസാനം ഒരു സ്ത്രീയെ ഒരു രക്ഷയുമില്ലാതെ സമ്മർദ്ദത്തിന് വഴങ്ങി പിൻവലിക്കാൻ തയ്യാറാവുകയോ അല്ലെങ്കിൽ വീണ്ടും ഇരുളിലേക്ക് മറയുകയോ ചെയ്യുന്നു. ആ അവസ്ഥയെയാണ് നമ്മുടെ സമൂഹം, നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എല്ലാം യഥാക്രമം വേണ്ടതുപോലെ സമയാസമയം എന്താ പറയുക ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു ഭാഗമാണ് ഇത്. അതായത് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ സ്ത്രീയെ പൊതുവഴിയിൽ വെച്ച്, ഓർമ്മിക്കുക, പൊതുവഴിയിൽ വെച്ച് ഇങ്ങനെയാണെങ്കിൽ രഹസ്യ വഴികളിൽ എങ്ങനെയായിരിക്കുമെന്ന് ഓർക്കുക സ്ത്രീകളോടുള്ള പെരുമാറ്റം, അല്ലെങ്കിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കുമെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ മാധ്യമങ്ങൾ എടുത്തു നോക്കിയാൽ ഈ സ്ത്രീയെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിച്ചതായിട്ടോ അതിക്രമിച്ചതായിട്ടോ ന്യൂസിലില്ല, ചർച്ചയില്ല. ബി ഉണ്ണികൃഷ്ണൻ, അങ്ങനെയാണെങ്കിൽ നിയമത്തിന്റെ വഴിക്ക് എവിടെ? എന്നോട് ചോദിക്കുന്നതിന്റെ പ്രസക്തി അല്ല, അവിടെ പോസ്റ്റ് മോഡേൺ ഉത്തരവല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ എന്നാലും അതിനൊരു ഉത്തരം വേണമല്ലോ. ഈ പറയുന്ന ഒരു പ്രശ്നം അവിടെ ഉണ്ടെങ്കിൽ ഇത് ഇല്ല എന്നോ ഉണ്ടെന്നോ നമ്മളെ അറിയിക്കേണ്ടവർ ആ ചർച്ചയേ ഇല്ല. സ്ത്രീകളോടുള്ള ഇത് ചർച്ച ചെയ്താൽ മാധ്യമ സ്ഥാപനം പോയി. സ്ത്രീകളോടുള്ള അക്രമം ഇപ്പോൾ ടീച്ചർ ചൂണ്ടിക്കാണിച്ചില്ല. നീതിന്യായ വ്യവസ്ഥ സ്ത്രീകളോട് എന്താണ് ചെയ്യുന്നത്, എന്താണ് ലോ എന്ന് പറയുന്നത്, വിത്ത് എ ക്യാപിറ്റൽ എൽ, സ്ത്രീകളോട് ചെയ്യുന്നതെന്നുള്ളത് വലിയ, നമ്മളെല്ലാവരും എപ്പോഴും ചർച്ച ചെയ്യുന്നൊരു പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, ഐസ്ക്രീം പാർലർ കേസിൽ എത്ര തവണ മൊഴി മാറ്റപ്പെട്ടു? അതുപോലെ തന്നെ വിതുര കേസിലെ പെൺകുട്ടി പറഞ്ഞു, ഇനിയെങ്കിലും എനിക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കണം, എന്നെ ഇതിനകത്തുനിന്ന് ഒഴിവാക്കൂ ഈ ഓഡിയലിൽ നിന്ന് അവർ പറയുന്നു. ഷബാനു കേസ് എടുക്കുക, ഒരു മുസ്ലിം സ്ത്രീ അവരുടെ റൈറ്റിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കോടതി അനുകൂലമായ ഒരു തീരുമാനമെടുത്തപ്പോൾ ഷബാനു അവസാനം
ആ പൊസിഷനിൽ നിന്ന് പുറകോട്ട് മാറി. പക്ഷേ ഇതെല്ലാം നമ്മൾ കാലങ്ങളായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തു. അപ്പോഴൊന്നും മാധ്യമങ്ങളെ ആരും ആക്രമിച്ചില്ല. പോലീസ് ഇതിനകത്ത് പലതും കളിച്ചിട്ടുണ്ടാകും. മാധ്യമങ്ങളെയും പോലീസിനെയും ആരും കയ്യേറ്റം ചെയ്തില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോയി. ഇവിടെ മാത്രം എന്തുകൊണ്ട് ഈ വിഷയം മാധ്യമങ്ങൾ ഏറ്റെടുത്തതിൻ്റെ 24 മണിക്കൂറിന് മുൻപ് മാധ്യമ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെടുന്നു, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്നു? വിഷയം നമ്മൾ അതുകൊണ്ടാണല്ലോ ഇത്തരം ചർച്ചകൾ ഉണ്ടാവുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഇന്നേ വരെ കേട്ടറിവില്ലാത്തൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. വിക്ടിമൈസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ ഇരിക്കട്ടെ ഒരാൾ. ആരും കായികമായിട്ടുള്ള ഒരു അക്രമത്തിലേക്ക്, സംഘം തിരിഞ്ഞൊരു അക്രമത്തിലേക്ക് മാധ്യമപ്രവർത്തകരുടെ നേരെ പോയിട്ടില്ല. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തകർ പോലും അത്തരത്തിലുള്ള സ്പൊറാഡിക് ആയിട്ടുള്ള വല്ല സംഭവങ്ങളും ഉണ്ടാകുമ്പോൾ അവർ പിറ്റേ ദിവസം തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും അതിനകത്ത് നിരുപാധികം മാപ്പ് പറയുകയാണ് ചെയ്തത്. പ്രവർത്തകരോടുള്ള ഒരു മാധ്യമങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നു. മാധ്യമം എന്ന സ്ഥാപനം നിറവേറ്റുന്ന ഉത്തരവാദിത്വത്തെ കുറിച്ച് എല്ലാവർക്കും തികഞ്ഞ ബോധ്യമുള്ളതുകൊണ്ടാണ്. ആ ബോധ്യം ഇവിടെ ഈ അഭിഭാഷകർക്ക് ഉണ്ടാകേണ്ടതാണ്. അഭിഭാഷകരുടെ സംഘടന ശരിക്കും അവരുടെ അംഗങ്ങളുടെ അടുത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതും ഈ ബോധ്യമാണ്. ഈ സീനിയർ അഭിഭാഷകർ ഇടപെടണം എന്ന് പറയുമ്പോൾ ശ്രീ ഉണ്ണികൃഷ്ണനോട് തന്നെ ഈ സീനിയർ അഭിഭാഷകർ മാധ്യമങ്ങളിൽ വന്ന് കോടതിയിൽ വാദിക്കുന്നത് പോലെ പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഓരോ ഘട്ടത്തിലും ഉണ്ടാക്കാറുള്ള സാഹചര്യങ്ങൾ നിരത്തുന്നതല്ലാതെ അതിനെ ഒരു പാരൻ്റലായി, ഒരു ഗാർഡിയൻ ചെയ്യേണ്ട സീനിയർ അഭിഭാഷകരുടെ റോൾ നിർവഹിക്കുന്നുണ്ടോ? അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചകളിൽ വളരെ ഉത്തരവാദിത്വപൂർവ്വം സംസാരിച്ച ഒരുപാട് അഭിഭാഷകരെ കണ്ടു. സെബാസ്റ്റ്യൻ പോൾ സംസാരിക്കുകയുണ്ടായി, കാളീശ്വരം ഞാൻ സംസാരിക്കുകയുണ്ടായി. അങ്ങനെ അവരെല്ലാം പുറത്താകുന്നു. അല്ല, അവരെല്ലാം ഈ റിയലത്തിന് പുറത്താണ്. അല്ല, അങ്ങനെ അവരെ പുറത്താക്കാൻ പറ്റില്ലല്ലോ എല്ലാ കാലത്തേക്കും. അപ്പോൾ ബദൽ ശബ്ദങ്ങളില്ല എന്നുള്ളതല്ല. ഇപ്പം നമ്മൾ തന്നെ ഒരുപാട് സീനിയർ അഭിഭാഷകരായിട്ട് സംസാരിക്കും. അവരെല്ലാം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണെന്നും മാധ്യമ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്നവരുമാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഒരു സംഘടനയുടെ പ്രത്യേകതയാവാം. പരസ്യമായിട്ട് അവർക്ക് അവരുടെ അംഗങ്ങളെ തള്ളിപ്പറയാൻ പെട്ടെന്ന് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ആന്തരികമായിട്ടുള്ള തിരുത്തലുകൾ അവരുടെ ഇടയിൽ നടക്കുകയും ദിസ് കാൺ ഗോൺ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് നമുക്ക് അനന്തമായിട്ടത് നീട്ടിക്കൊണ്ട് പോകാവുന്ന ഒരു സംഗതിയല്ലല്ലോ. പക്ഷേ സംഭവിച്ചത് എന്തായാലും ഏറ്റവും വലിയ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. യെസ്, ഡോക്ടർ വിജയനുണ്ണി, നമുക്കത് അവസാനിപ്പിക്കാനുള്ള സമയം കൂടി ആകുന്നുണ്ട്. ഡോക്ടർ വിജയനുണ്ണി, ഇനി നാളെ മുതൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടണമെങ്കിൽ ഇത് 19-ാം തീയതിക്ക് മുൻപ്, 19-ാം തീയതിയാണ് കൊച്ചിയിൽ അനിഷ്ട സംഭവം ഉണ്ടായത്, അതിന് മുൻപുള്ള സ്ഥിതിയിലേക്ക് മാധ്യമപ്രവർത്തകരും അഭിഭാഷകരും തമ്മിലുള്ള ബന്ധം പോകണമെങ്കിൽ ഹൈക്കോടതിയിലെയും മറ്റു കോടതികളിലെയും മീഡിയ റൂം പഴയതുപോലെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ജനാധിപത്യ സംരക്ഷണത്തിനും അത്തരമൊരു സംവിധാനം വേണം. മാധ്യമപ്രവർത്തകർക്ക് അവിടെ പോയി ഈ കാര്യങ്ങൾ പഴയതുപോലെ നിർവഹിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഇപ്പോഴത്തെ സ്ഥിതിക്ക് അതിനുള്ള സാധ്യതയിൽ എവിടെയെങ്കിലും വിള്ളൽ ഉണ്ടാകരുത്. നമ്മൾ അതിന് ഉണ്ടാകരുത് എന്നുള്ളത് ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാവരെയും അത് ചിന്തിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാനാണ് നമ്മളെല്ലാവരും ഈ ചർച്ചയിൽ ഇടപെടുന്നത്. അങ്ങനെ ഉണ്ടായാൽ അതിന് ആരെ കുറ്റം പറയേണ്ടി വരും എന്നതാണ് ചോദ്യം. ഗുണദോഷിക്കാം ഡോക്ടർ വിജയനുണ്ണി, കുറ്റം പറയണ്ട, ഇങ്ങനെ ചെയ്യൂ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യരുത് എന്ന് ആരോടെങ്കിലും ഒക്കെ പറയാനുണ്ടെങ്കിൽ പ്രശ്നം ഞാൻ ഇടപെട്ട് പറഞ്ഞു. ഡോക്ടർ വിജയനുണ്ണി ആയാലും ജോർജ് ഓണക്കൂർ സാറായാലും ടീച്ചറായാലും ഞാനായാലും നമുക്ക് തോന്നുന്നത് എന്താണെന്നറിയോ, ഇത് മറ്റാരുടെയോ വീഴ്ചയ്ക്ക് നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൊതുസമൂഹമാണ്, നിങ്ങൾ എല്ലാവരും പൊതുസമൂഹമാണ്. നിങ്ങൾക്ക് നേരിട്ട് ഈ അഭിഭാഷകരുമായിട്ട് നേരിട്ട് ബന്ധമില്ല, മാധ്യമ പ്രവർത്തകരല്ല നിങ്ങളും. നിങ്ങൾക്ക് ഈ രണ്ടു കൂട്ടരുമായി നിങ്ങൾ അക്കൗണ്ടബിൾ അല്ല എന്നാ പറഞ്ഞത്. ഞങ്ങൾക്ക് അഭിപ്രായം പറയാമെന്നല്ലാതെ ഞങ്ങൾക്ക് ഇതിനകത്ത് അക്കൗണ്ടബിൾ സംസ്കാരത്തിനുണ്ടാകുന്ന ഈ പോറലിൽ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. അതാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, താങ്കളെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാധ്യമ പ്രവർത്തകർക്ക് നൊന്തപ്പോൾ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂടെ നിൽക്കുന്നവരാണ് ഞങ്ങൾ എല്ലാവരും. ഇത്തരം ചർച്ചകൾ വളരെ സജീവമായിട്ട് ഉണ്ടാവട്ടെ. പക്ഷേ ഈ കോണ്ടെക്സ്റ്റിൽ നമ്പിനാരായണൻ പോലെയുള്ള ഒരാൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. വർഷങ്ങളായി വിക്ടിമൈസ് ചെയ്യപ്പെട്ട ഈ നമ്പിനാരായണന്റെ പേരിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ മാധ്യമങ്ങളും കൂടി ചേർന്ന് അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതും മാധ്യമങ്ങളാണ്. അദ്ദേഹത്തെ തിരിച്ചു കൊണ്ടുവന്നതും മാധ്യമങ്ങളാണ്. മാധ്യമങ്ങളാണ് അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നത്. ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഇങ്ങനെയുള്ള ഏതെങ്കിലും കേസുകൾ എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് ഈ സന്ദർഭമാണോ അതിന് ആ ചർച്ചയ്ക്ക് നല്ലത്?
അവിടെ മാധ്യമപ്രവർത്തകന് ഒരു അടി കിട്ടട്ടെ എന്ന് ഉണ്ണികൃഷ്ണൻ പോലും മനസ്സിൽ കരുതുന്നോ? ഒരിക്കലില്ല. അങ്ങനെ പറയില്ല. ഞാൻ പറഞ്ഞതിന് അങ്ങനെയുള്ള ഒരു ദുഷ്ടലാക്കോ ഒരു കാര്യങ്ങളും ഇല്ല. സ്നേഹം കൊണ്ടാണ് ഉണ്ണികൃഷ്ണനോട് ഡോക്ടർ നമ്പി നാരായണന് നീതി ഉറപ്പാക്കിയത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തന്നെയാണ്. ഒരു കാര്യം ഒരു മാധ്യമം ഒരു പങ്കും വഹിച്ചു. വെച്ചാൽ നമ്മളിപ്പോൾ സംബോധന ചെയ്യുമ്പോൾ സമൂഹത്തെ പൊതുസമൂഹത്തിൻ്റെ ഭാഷയെ ഞാൻ പറയുകയാണ്. ഇപ്പം മാധ്യമ പ്രവർത്തകരെ നമ്മൾ സംബോധന ചെയ്യുന്നത് എങ്ങനെയാണ്? മാധ്യമ സുഹൃത്തുക്കൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. നമ്മുടെ സംസ്കാരമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. അപ്പോൾ അവരെ ആ രീതിയിൽ വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ സമീപിക്കേണ്ടത് എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള നമ്മൾ പുലർത്തുന്ന അഭിപ്രായം എന്ന് പറയാം. അപ്പോൾ ഇവിടെ തീർച്ചയായും ഞാൻ പറയുന്നു, ഒരു കേസിനെ സംബന്ധിച്ചുണ്ടായ കാര്യങ്ങൾ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ. അതിന് എൻക്വയറി ഉണ്ട്, അതിന് കോടതികളുണ്ട്, അതിന് നീതിന്യായ വ്യവസ്ഥയുണ്ട്. പക്ഷേ ഒരു സൗഹാർദ്ദം, നഷ്ടപ്പെട്ടു പോയൊരു സ്നേഹം നമ്മുടെ സമൂഹത്തിൽ ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു മാധ്യമ പ്രവർത്തകനും ആക്രമിക്കപ്പെടാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ നമ്മുടെ പൊതുസമൂഹത്തിന് ആ കാര്യത്തിൽ ആരും തർക്കിക്കുന്നില്ല. 10 സെക്കൻഡ് ഡോക്ടർ മേരി ജോർജ്, അതുപോലും ഒഴിവാക്കേണ്ടതാണ്. പക്ഷെ ഞാൻ ആ അനീതി കാണിക്കുന്നില്ല. ഡോക്ടർ മേരി ജോർജ് എങ്ങനെ അവസാനിപ്പിക്കും ചർച്ച? അതായത് സ്ത്രീകൾക്കെതിരായി ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള അതിക്രമവും എല്ലാവരാലും അപഹസിക്കപ്പെടണം. അതുമാത്രവുമല്ല, അതിന് അവിടെ നീതി നടപ്പാക്കി കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്യണം. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, മാധ്യമങ്ങൾ ഞങ്ങളെ സംരക്ഷിക്കും എന്ന കാരണം കൊണ്ട് മാത്രം മാധ്യമപ്രവർത്തകരും ഒരു തരത്തിലും അതിര് വിട്ട് പെരുമാറാൻ പാടില്ല. അതായത് ചിലപ്പോഴെങ്കിലും മാധ്യമപ്രവർത്തകർ ഒരു സ്വല്പം അഹങ്കാരം ഉള്ളിൽ വെച്ച് പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ മുൻവിധിയോടെ പെരുമാറുന്ന സാഹചര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം എന്തായാലും അത് വേണമെങ്കിൽ എനിക്ക് കട്ട് ചെയ്യാമായിരുന്നു, അതിലേക്ക് പോകാതെ എനിക്ക് വേണമെങ്കിൽ പോകാമായിരുന്നു. മാധ്യമം ഇതാണ്, എന്താണ് സമൂഹത്തിൽ നടക്കുന്നത് എന്നുള്ളത് അതുപോലെ കാണിക്കാൻ ശ്രമിക്കും. അത് ചിലപ്പോൾ മാധ്യമപ്രവർത്തകർക്കും തിരിച്ചടിയാകും. എന്നാലും ഇത് ജനങ്ങൾക്ക് വേണ്ടിയാണ് മാധ്യമപ്രവർത്തകർ ചെയ്യുന്നത്. നാളെ അടി കിട്ടുന്നിടത്തും മാധ്യമപ്രവർത്തകർ ഉണ്ടാകും അത് റിപ്പോർട്ട് ചെയ്യാൻ. അങ്ങനെ വരുമ്പോൾ നിയമവാഴ്ച ഉണ്ടാകണം. കോടതി മുറികളിൽ ആ നിയമത്തെ പരിരക്ഷിക്കേണ്ടവർ മാധ്യമപ്രവർത്തകർക്കൊപ്പം ഉണ്ടാകണം. അത് മാധ്യമപ്രവർത്തകർക്ക് വേണ്ടിയല്ല, ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ, ശ്രീ ഡോക്ടർ വിജയൻ ഉണ്ണി, ഡോക്ടർ ജോർജ് ഓണക്കൂർ, ഡോക്ടർ മേരി ജോർജ്. സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായി ടി പി ദാസൻ ചുമതലയേറ്റു. സ്പോർട്സിനെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുമെന്നും അഴിമതി ആരോപണത്തിനുള്ള അന്വേഷണത്തോട് സഹകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.